ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 9th ക്ലാസ്സിലെ എസ് സി ആർ ടിയിലെ മാത്സിലെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് പറയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നോക്കിക്കാം, അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡെസിമൽ എന്ന് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താ, ദശാംശ സംഖ്യ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ 3/10 എന്നാന്ന് വെച്ചു. അപ്പോൾ ഇതിന് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എഴുതാം, ഇതിൻ്റെ ആൻസർ 0.3 എന്ന് നമുക്ക് കറക്കി കുത്തി ചെയ്യാം. അതായത് നമുക്ക് കണക്ക് ചെയ്ത് നോക്കാതെ 3/10 എന്ന് നോക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെന്താണെന്നറിയോ, ഇവിടെ 10ന് എത്ര സീറോ ഉണ്ട്, ഒരു സീറോ അല്ലേ ഉള്ളത്. അപ്പം നമ്മുടെ അക്കത്തിൽ ഒരു സാധനം മാറ്റി കൂട്ടില്ല. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 35/10 എന്നായിരുന്നെങ്കിൽ നോക്കുക, നമ്മുടെ ആൻസറായ 35 ഇങ്ങോട്ട് എഴുതണം. നോക്കുക, 10ന് എത്ര സീറോ ഉണ്ട്, ഒരു സീറോ ഉണ്ട്. നമ്മുടെ ഉത്തരത്തിൽ ഒരു സാധനം മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോൾ 3.5. അപ്പം 35/100 എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ എങ്ങനെ ചെയ്യും, 35 എഴുതുക. നമ്മുടെ സീറോ എത്ര സീറോ ഉണ്ട്, 2 സീറോ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കൗണ്ട് ചെയ്യുക, 1 2 2 സാധനം മാറ്റിയിട്ട് കുത്തിടുക, ആൻസറായി. ഇനി 35/1000 എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ആൻസറായ 35 ഇവിടെ എഴുതണം. 1 2 3 3 സീറോസ് ഉണ്ട്, പക്ഷേ ഇവിടെ 2 സംഖ്യയുള്ളൂ. അതിന് ഇപ്പുറത്തോട്ട് ഒരു സീറോയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ പോയിൻ്റ് ഇടുക. അപ്പം 0.35 എന്നുള്ളതായിരിക്കും അവിടെ ആൻസർ വരുന്നത്. ഇതൊക്കെയാണ് ഈ ഡെസിമൽ എന്നുള്ള ഭാഗത്തുള്ള ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ SCERT പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഡെസിമൽസ് എന്നുള്ള അതിലെ ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. PSC റിലേറ്റഡ്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് പോലെ നമ്മളിങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ സ്കിപ്പ് ചെയ്തേക്കുന്നത്, അത് നമ്മുടെ PSCയിൽ ചോദിക്കത്തില്ല. ഇതൊക്കെയാണ് അങ്ങനെയുള്ള പിള്ളേർക്ക് 3 മാർക്കിന് 5 മാർക്കിന് രീതിയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. ഇപ്പം അത് നമുക്ക് ചെയ്യേണ്ട ഇതിൽ ഈ അതായത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഡെസിമലിൻ്റെ ആ ഒരു കൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെയാണ് കണക്കിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കണക്ക് ചെയ്ത് നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫ്രാക്ഷൻസ് ബിലോ ഇൻ ഡെസിമൽ ഫോം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 3/20 അല്ലേ. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. 3/20യുടെ ഡെസിമൽ ഫോം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കേ, 3/20. നമുക്ക് താഴെ ന്യൂമറേറ്ററുണ്ട്, ഡിനോമിനേറ്ററുണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ താഴെ ഭാഗം, അതിൽ ഈ ഡിനോമിനേറ്ററിലെ സംഖ്യയാണ് 20. അവിടെ 10 10ൻ്റെ ഇപ്പോൾ 10 100 1000 10,000 ഒക്കെ വന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 20നെ നമ്മൾ ഘടാക്രിയ ചെയ്യുക. അപ്പം നോക്കിക്കേ, 2 കൊണ്ട് ഡിവിഷൻ ചെയ്യാം. അപ്പോൾ എത്ര വരുന്നു, 10 വരുന്നു. 10 വീണ്ടും ചെയ്യാം, 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരുന്നു, 5 വരുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 രീതിയിൽ ചെയ്യാം. ഇവിടെ എത്രയാണ് വരുന്നത്, 20നെ നമുക്ക് 2 സ്ക്വയറിന് എഴുതാം അല്ലേ. ഇവിടെ എത്ര 2 ഉണ്ട്, 2 ഉണ്ട് അല്ലേ. പിന്നെ എത്ര 5 ഉണ്ട്, അപ്പോൾ ഒരു 5 ഉള്ളൂ. പക്ഷേ 2ൻ്റെ എണ്ണം അനുസരിച്ച് 5ൻ്റെ എണ്ണം കൊടുക്കുക. ഒരു 5 ഉള്ളത് കൊണ്ട് ഒരു 5 കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെ 3 എഴുതാം. 3 ഇവിടെ ഓൾറെഡി ഒരു 5 ഉണ്ടായിരുന്നു, 2ൻ്റെ എണ്ണത്തിന് തുല്യമായ 5 ആവാൻ ഒരു 5 കൂടെ കൊടുത്തപ്പോഴാണ് ഇവിടെ 5 സ്ക്വയർ വന്നത്. അപ്പോൾ ഇവിടെ ഒരു 5 കൂടെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വരും 3 5 15. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 4 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 25 അവിടുത്തെ ആൻസർ വരുന്നത്. 15/25 × 4 100. അപ്പോൾ അത്ര വരും. അപ്പോൾ 100-നകത്ത് 2 സീറോസ് ഉണ്ട്. നമ്മുടെ ആൻസറായ 15 എഴുതുക. 2 സാധനം കഴിയുമ്പോൾ കുത്തിട്ട് കൊടുത്താൽ മതി. ഇതാണ് ഒരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് 3/20 എന്ന് കൊടുക്കുക. ഇനി നോക്കുക, ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ അതിനെ ചെയ്യണം. അതായത് 20നെ ഇതുപോലെ തന്നെ ഘടക്രിയ ചെയ്തിട്ട് അതിൻ്റെ ഘടക്രിയ ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ എത്ര 5 ഉണ്ടോ, ഒരു 5 അപ്പോൾ ആ ഒരു നമുക്ക് ഒരു 5 2 എത്ര 2 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ 5 ഒരു 5 ഉണ്ട്. ഇനി നമുക്ക് എത്ര 2ന് തുല്യമായ 5 വേണം. അതായത് ഇപ്പം നിലവിൽ 2 ഉണ്ട്, ഒരു 5 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 5 കൂടെ ആവശ്യമുണ്ട്. ആ ആവശ്യമുള്ള 5 കൊണ്ട് ഗുണിക്കുക.
ഇവിടെയും ഗുണിക്കുക. അപ്പോൾ എത്ര വരും? 3 15 20 ഗുണം 5 എത്രയാണ്? 100 വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസറായ 15 ഇടുക. 100ന് 2 സീറോസ് ഉള്ളതുകൊണ്ട് 2 സ്ഥാനം മാറ്റിയിട്ട് കുത്തിടുമ്പോൾ ആൻസറായി. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് 3/40. അപ്പോൾ അത് നമുക്ക് നോക്കാം. 3/40 അടുത്ത ക്വസ്റ്റ്യന്. 40ന് നമ്മൾ ചെയ്യുവാണ്, 2 കൊണ്ട് ചെയ്യും. 40 2 എത്ര വട്ടം? 20 വട്ടം. ഇനി നോക്കിക്കേ, 20ന് ചെയ്യുമ്പോൾ ഇവിടെ 10 വരുന്നു. 10 2 എത്ര വട്ടം അടങ്ങിയിരിക്കുന്നു അല്ലേ? 5. അപ്പം നോക്കിക്കേ, ഇവിടെ 2 എത്ര എണ്ണമുണ്ട്? എത്ര രണ്ടുകളാണുള്ളത്? 3 രണ്ടുകളാണുള്ളത് അല്ലേ? എത്ര 5 ഉണ്ട്? ഇവിടെ രണ്ടുകളുടെ എണ്ണം എത്രയുണ്ട്? 3 രണ്ടുകളുണ്ട് അല്ലേ? 5 എത്ര എണ്ണമുണ്ട്? ഒരെണ്ണവേ ഉള്ളൂ. ഇനി 5ന് നമുക്ക് ഈ രണ്ടുകളുടെ എണ്ണമായ 3 എണ്ണമായേക്ക് 5നെ മാറ്റാൻ 2 5ൻ്റെയും കൂടെ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 40 ഇൻറ്റു നമുക്ക് 2ൻ്റെ എണ്ണത്തിന് തുല്യമായ ആവശ്യമുള്ള 5ൻ്റെ എണ്ണം ഗുണിക്കുക. ഇവിടെയും 5ൻ്റെ എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3 ഗുണം 5 എന്ന് പറയുന്നത് 3 ഗുണം 5 25 എന്ന് ഇവിടെ വരുന്നു. താഴെ എത്ര വരുന്നു? 40 ഗുണം 25 എന്ന് വരുന്നു. അപ്പോൾ ചെയ്തേ, 3 ഗുണം 25 എന്ന് പറഞ്ഞാൽ 70 അല്ലേ? 3 ഗുണം 25 3 ഗുണം 25 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? നമുക്ക് ചെയ്ത് നോക്കാം. 3 ഗുണം 25 25 ഇൻറ്റു 125 അല്ലേ വരുന്നത് അല്ലേ? 3 5 15 5 ശിഷ്ടം 1 3 6 അല്ല 75 5ന് 3 വട്ടം ഗുണിക്കുമ്പോഴാണ് നമ്മുടെ 125 വരുന്നത്. 3 ഗുണം 25 എന്ന് പറയുമ്പോൾ 75 വരും. അപ്പോൾ 75 താഴെ എത്ര വരും? 40 ഗുണം 25. അപ്പോൾ 40 ഗുണം 25 0 ഇൻറ്റു 5 0 4 ഗുണം 5 20 0 24 8 0 0 8 2 10 1000 നിന്നു. അപ്പോൾ 75/1000 എന്ന് വരുന്നു. 75 എഴുതുക. ഇപ്പോൾ ആ 1000ൻ്റെ അകത്ത് എത്ര സീറോ ഉണ്ട്? 3 സീറോ ഉണ്ട്. 1 2 ഒക്കെ ഇവിടെ ഉത്തരത്തിലുള്ളൂ. ഒരു സീറോ കൂടി ഇപ്പുറം ഇട്ട് കൊടുത്തിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ ആയി. ഓക്കെ ആണല്ലോ. 0.075 ആണ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13/40. 13/40 നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ 40ന് ചെയ്യുക. 2 കൊണ്ട് ചെയ്തു, ഇവിടെ 20 വരുന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 10 വരുന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 5 വരുന്നു. ഇവിടെ 3 രണ്ടുകളും 1 5ഉമാണുള്ളത്. ഇപ്പം നമുക്ക് ഇനിയും 5നെ 2ൻ്റെ എണ്ണത്തിന് തുല്യമാക്കാൻ 2 5കളുടെ ആവശ്യമുണ്ട്. അപ്പോൾ 5 സ്ക്വയർ 2 5കളുടെയും കൂടെ ആവശ്യമുണ്ട്. അതിവിടെ ഗുണിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം 13 ഇൻറ്റു 5 25 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 5 25. 13 ഗുണം 25 13 ഇൻറ്റു 25 3 5 15 ക്യാരി 1 5 5 5 1 6 3 2 6 2 2 5 6 6 12 2 ശിഷ്ടം 1. അപ്പോൾ 2 1 3 325. അപ്പോൾ 325 ബൈ താഴെ എത്ര വരുന്നു? 1000 വരും. നമ്മൾ ഓൾറെഡി മുമ്പേ ചെയ്തായിരുന്നു. ഇപ്പം ആൻസർ എത്ര വരുന്നു? 325 എഴുതുക. 1 2 3 സീറോസ് ഉള്ളതുകൊണ്ട് ആൻസർ 3 ആക്കാൻ വേണം. 1 2 3 ഇവിടെ കുത്തിടുക. അപ്പോൾ എത്രയാണ്? 0.325 ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 7/80. ഓക്കെ, 7/80 നമ്മുടെ ക്വസ്റ്റ്യൻ. 80ന് നമ്മൾ ചെയ്യുവാണ്. 2 കൊണ്ട് ചെയ്തു. 4 2 8 40 40ന് 2 കൊണ്ട് ചെയ്യുമ്പം 20 വരുന്നു. 20ന് ചെയ്യുമ്പോൾ 10 വരുന്നു. 10ന് 2 കൊണ്ട് അടിക്കുമ്പോൾ 5 വരുന്നു. ഇവിടെ നോക്കിക്കേ, എത്ര രണ്ടുകളുണ്ട്? 4 രണ്ടുകളുണ്ട്. നമുക്ക് എത്ര 5കളുണ്ട്? 1 5 ഉള്ളൂ. നമുക്കിനി 4 5 ആകണമെങ്കിൽ 3 5ൻ്റെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ 5 × 3 ഇൻറ്റു 5/3. അപ്പോൾ 7 ഇൻറ്റു 5/3 എന്ന് പറയുമ്പോൾ 125 80 ഇൻറ്റു 125 ഓക്കെ. ഇവിടെ എത്ര വരുന്നു? ഇവിടെ 80 ഇൻറ്റു നോക്കാം. ഓക്കെ അല്ല, 25 ഇൻറ്റു 3
25 ഇൻറ്റു 5 25 ഇഷ്ടമാണ് 120 80 ഇൻറ്റു 125 നമുക്ക് നോക്കാം നമ്മൾ ചെയ്യുന്ന അല്ല ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നോക്കാം. അപ്പോൾ 125നെ 80 കൊണ്ടൊന്ന് കുടിച്ച് നോക്കാം. അപ്പോൾ 0 0 0 എണ്ണഞ്ച് 40 0 ശിഷ്ടം 4 ഇരട്ട് 16 4 20 0 ശിഷ്ടം 2 ഓരട്ട് 8 8 2 10 0 0 0 0 1. അപ്പോൾ എത്ര വരുന്നത്? 7 ഇൻറ്റു 125. അത് നമ്മൾ ചെയ്തില്ല അല്ലേ? അപ്പോൾ 125 ഇൻറ്റു 7 7 35 5 ശിഷ്ടം 3 7 14 14 15 16 17 7 ശിഷ്ടം 1 7 7 7 1 8. അപ്പോൾ എത്ര വരുന്നത്? 875/10000. നോക്കിക്കേ 1 2 3 4 സീറോസാണ് ഉള്ളത്. ആൻസർ 875 1 2 3 പിന്നെ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 4 അക്കമായി. എന്നിട്ട് ഇവിടെ പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ ആൻസർ 0.0875 ആൻസർ. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 5/16. ഇവിടെ ഒരു കുഞ്ഞു വാവ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നത് കേട്ടോ. നമുക്കല്ലാതെ ക്ലാസ് എടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ 16നെ 2 കൊണ്ട് ചെയ്യുമ്പം 8 8നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 4 4നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഈ 2 4. അപ്പോൾ നോക്കി 1 2 3 4. ഇവിടെ 5 ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് എത്ര രണ്ടുകളുണ്ട്? 4 രണ്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് എത്ര 5 വേണം? 4 5 വേണം. 4 ഇൻറ്റു 5/4 5 ഇൻറ്റു 5 1 2 3 4 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു അല്ലേ 1 എത്രയാണ് വരുന്നത്? 5/16 അല്ലേ നമ്മുടെ? ഓക്കെ ഓക്കെ അല്ലേ? 2 ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്? അല്ലേ? അപ്പം ഇത് ഗുണിക്കുമ്പോൾ 3125 എന്ന് വരും അല്ലേ? ബൈയെ താഴെ എത്ര വരുന്നു അല്ലേ? 3125 താഴെ 1 2 3 4 വരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 0.3125. കണ്ടോ? അപ്പോൾ ക്ലിയറായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് അതിന് നമ്മൾ ഘടകക്രിയ ചെയ്ത് നോക്കുക ഇല്ലേ? അതിന് ചെയ്ത് നോക്കിക്കഴിയുമ്പം എത്ര രണ്ടുകളുടെ എണ്ണം നോക്കുക, അത്ര അഞ്ചുകളുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ ആ രണ്ടിൻ്റെ എണ്ണത്തിന് തുല്യമാകുന്ന അഞ്ചുകളുടെ എണ്ണം കൊണ്ട് താഴെയും മുകളിലും ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി. അപ്പം 100 10 1000 10,000 വരും. അതനുസരിച്ച് പോയിൻ്റ് ഇട്ടങ്ങ് കൊടുത്തേച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1/5 പ്ലസ് 2/25 പ്ലസ് 3/125 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1/5 പ്ലസ് 1/25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഗുണം 5 ആണ് 25. അതിനെ നമുക്ക് 5 സ്ക്വയർ 2 വട്ടം 5 ഗുണിക്കുക പ്ലസ് 1/5നെ എത്ര വട്ടം ഗുണിക്കുമ്പോഴാണ് 125 വരുന്നത്? 3 വട്ടം എന്ന് ചെയ്യുക. ഇനി എന്ത് ചെയ്യും? 1/5 ഇവിടെ ഒരു 5 ഉള്ളൂ. അപ്പോൾ ഒരു 2 കൊണ്ട് ഗുണിക്കുക. ഇവിടെയും ഒരു 2 കൊണ്ട് ഗുണിക്കുക പ്ലസ് 1/5 സ്ക്വയർ 2 5 ഉണ്ട്. അപ്പോൾ 2 ഇവിടെ 5 ഉണ്ടെങ്കിൽ നമുക്ക് 2 ഇല്ലെങ്കിൽ 5ന് തുല്യമായ 2 ചെയ്യുക. 2 ഇല്ലെങ്കിൽ 2ന് തുല്യമായിട്ടുള്ള 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 2 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 1/5 ക്യൂബ് 5 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വരുമ്പം 2/10 അല്ലേ? 2/10 വരുന്നു പ്ലസ് 4 എത്ര വരുന്നത്? ഇവിടെ എത്ര വരും നോക്കിക്കേ? ഇവിടെ നോക്കിക്കേ 5 ഇൻറ്റു 2 10 സ്ക്വയർ 10 സ്ക്വയർ എന്ന് വരും അല്ലേ? 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ എന്ന് വരുന്നു പ്ലസ് 8/10⁻³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/10 പ്ലസ് 4/100 പ്ലസ് 8/1000 അല്ലേ? അപ്പോൾ 0.2 പ്ലസ് 12 0 ഉണ്ട് 4 ഉള്ളൂ. അപ്പോൾ 0.04 അല്ലയോ 0.04 പ്ലസ് ഇപ്പോൾ 8 ഉണ്ട് 3 സീറോസ് ഉള്ളതുകൊണ്ട് 2 സീറോസ് ഇട്ട് കൊടുക്കും. ഇപ്പോൾ 3 അക്കമായി. ഇതെല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ എത്ര വരും? ഇതെങ്ങനെ കൂട്ടുന്നതെന്ന് കാണിച്ചു തരാം. 0.2 പ്ലസ് 0.04 പ്ലസ് 0.008 8
842 പോയിൻ്റ്. അപ്പോൾ കണ്ടോ പോയിൻ്റ് 0.248 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് നമുക്ക് മുമ്പേ ഇതേപോലെ തന്നെ എഴുതാവുന്നേ ഉള്ളൂ അല്ലേ. 1/5 പ്ലസ് 1 ഇവിടെ ചെയ്തു പോവാം. പിന്നെ ഇൻറ്റു ഒരു 5 ഉള്ളൂ, അപ്പോൾ ഒരു 2 കൊണ്ട് ഗുണിക്കുക. 1/5 സ്ക്വയർ 2 അഞ്ചുക്കളുണ്ട്, അതുകൊണ്ട് 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിക്കുക പ്ലസ് 1/5 3 അപ്പോൾ 2 3 കൊണ്ട് ഗുണിക്കുക ഇൻറ്റു 2 3 കൊണ്ട് ഗുണിക്കുക പ്ലസ് 1/5 4 ഉണ്ട്, അപ്പോൾ 2 4 കൊണ്ട് ഗുണിക്കുക ഇൻറ്റു 2 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരുന്നു? 2/10 പ്ലസ് 4/100 അല്ലെങ്കിൽ 10 സ്ക്വയർ അല്ലേ, പ്ലസ് 8 എത്ര വരുന്നത്? 5 × 2 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 0 ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പം വരിക പ്ലസ് എത്ര വരുന്നത്? 16/10 അപ്പം 4 സീറോസ് വേണം. ഓക്കെ, കൊടുത്തു. ഇനിയും 2/10 എത്ര? 0.2 പ്ലസ് 4. അപ്പോൾ ഇവിടെ 2 സീറോസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസറിൽ ഒരു സീറോ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.04 പ്ലസ് ഇട്ട് കൊടുക്കുക. 3 സീറോസ് ഉണ്ട്, നമ്മുടെ ആൻസറിൽ ഒരു 8 ഉള്ളൂ, അപ്പോൾ 2 സീറോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പോയിൻ്റ് പ്ലസ് ഇവിടെ 16 എഴുതുക. അപ്പോൾ 1 2 3 4 ഉണ്ട്, 1 2 ഒക്കെ ഉള്ളൂ, പിന്നെ 2 അക്കത്തോടെ ഇട്ട് കൊടുക്കുക. 0.0016. അപ്പോൾ ഇത് പിന്നെ എത്ര ഉള്ളൂ അല്ലേ. ഇത് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? പോയിൻ്റ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി കാണിക്കാം. 0.2 പ്ലസ് 0.04 പ്ലസ് 0.008 പ്ലസ് 0.0016. അപ്പോൾ എത്രയാണ് വരുന്നത്? 6 അല്ലേ. 942. അപ്പോൾ 0.2496 ആൻസർ വന്നു. ഓക്കെ ആണല്ലോ, സിമ്പിളല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 2ൻ്റെ കേസിൽ ഇവിടെ 5 ഇല്ല, അത് എളുപ്പമാണ്. 1/2 എത്ര 2 ഉണ്ട്? ഒരു 2 ഉണ്ട്, അപ്പോൾ ഒരു 5 കൊണ്ട് ഗുണിക്കുക. ഇവിടെ ഒരു 5 കൊണ്ട് ഗുണിക്കുക പ്ലസ് 1/2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 2 ഉണ്ട്, അപ്പം 2 5 കൊണ്ട് ഗുണിക്കുക. 2 5 കൊണ്ട് ഗുണിക്കുക പ്ലസ് 1/2 ക്യൂബ് ഇൻറ്റു, അപ്പോൾ എത്രയാണ്? 5 3 കൊണ്ട് ഗുണിക്കുക. 2 3 അല്ലേ ഉള്ളൂ, അപ്പോൾ 3 5 കൊണ്ട് ഗുണിക്കുക ഇൻറ്റു 3 5 കൊണ്ട് ഗുണിക്കുക. അപ്പം ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് 1 അപ്പം നോക്കിക്കേ, ഇപ്പോൾ ഇവിടുത്തെ വരുന്ന 5/10 പ്ലസ് പിന്നെ എത്ര? 5 25 ഇവിടെ 2 × 5 10 10 സ്ക്വയർ. 10 സ്ക്വയറിന് എഴുതാം വേണമെങ്കിൽ, അല്ലെങ്കിൽ 125/10 ക്യൂബ്. ഇവിടം വരെ ക്ലിയർ ആണല്ലോ. ഇനി 5/10 പ്ലസ് 25 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 0 പ്ലസ് 125 10 ക്യൂബ് എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞിട്ട് 3 0 വരണം. ഇവിടെ 0.5 പ്ലസ് 0.25 പ്ലസ് 0.125 അല്ലയോ. ഇനി ഇത് കൂട്ടിക്കേ. 0.5 പ്ലസ് 0.25 പ്ലസ് 0.125. അപ്പോൾ 5 5 2 7 5 2 7 1 8 പോയിൻ്റ്. അപ്പോൾ കണ്ട .875 എന്നുള്ളതാണ് അവിടെ ആൻസർ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ. ഇനിയും എ 2 ഡിജിറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ അനദർ 2 ഡിജിറ്റ് നമ്പർ ഗീവ്സ് 5.875. വാട്ടാർ നമ്പർ. ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവിഷൻ ചെയ്തപ്പോൾ ആൻസർ 5.875 എന്നാണ് വരുന്നതെങ്കിൽ നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്കറിയാവുന്നൊരു കൺസെപ്റ്റ് 5.875 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5875 പോയിൻ്റ് കഴിഞ്ഞ് എത്ര സംഖ്യയുണ്ട്? 1 2 3. അപ്പം താഴെ 1 കഴിഞ്ഞ് എത്ര പൂജ്യം പറഞ്ഞാൽ 1 2 3. ഇത്രയും നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ഇനി ഇതിനെ അങ്ങ് വെട്ടി ചെയ്താൽ മതി. അപ്പം 5875 5875 /1000. ഇതിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? 1175. ഇവിടെയോ 200 എന്ന് വരുന്നു. വീണ്ടും 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 40 വരുന്നു. മുകളിൽ എത്ര വരും? 235 അല്ലേ വരുന്നു. അപ്പോൾ ഇതിനെ വീണ്ടും ചെയ്യുമ്പം ഇവിടെ 8 വരുന്നു. പിന്നെ 5 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 47 വരുന്നു. അപ്പോൾ എത്രയാണ്? 47/8 എന്നുള്ളതാണ് ആൻസർ വരുന്നത്.
അപ്പം നമുക്ക് ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്നത് ഇവിടെ ഒരു 2 ഡിജിറ്റ് നമ്പർ, ഇത് 1 ഡിജിറ്റ് നമ്പറോ. അപ്പോൾ ഇതിനെ സെയിം നമ്പർ കൊണ്ട് ഇവിടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 47 ഗുണം 2 എന്ന് പറയുമ്പോൾ 94 വരുന്നു. 8 ഗുണം 2 16 വരുന്നു. കണ്ട് ഇത്രേ ഉള്ളൂ ആൻസർ. എങ്ങനെയായിരുന്നു 5.875 ഡെസിമലെ നമ്മൾ ഫ്രാക്ഷൻ ആക്കുന്നു, പിന്നെ അതിനെ ചെറുതാക്കി വരുന്നു. അപ്പോൾ 2 നമ്പേഴ്സ് കിട്ടി. 47/8 കിട്ടി. അത് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 5.875 എന്ന് വരുന്നത്. അപ്പോൾ അതിനെ 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മുകളിലും താഴെ മൾട്ടിപ്ലൈ. ഈ 2 എന്നുള്ള സാധനത്ത് 3 കൊണ്ട് ചെയ്യാം. 2 നമ്പറിനെയും 3 കൊണ്ട് ഗുണിക്കുക, 2 നമ്പറിനെ 4 കൊണ്ട് ഗുണിക്കാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. പക്ഷേ ഗുണിക്കുമ്പോഴത് 2 അക്കത്തിൽ കൂടുതൽ താഴെ മുകളിലും വരരുത്. അത്രേ ഉള്ളൂ, നോക്കിയാൽ മതി. അപ്പോൾ കണ്ടോ, ഇതാണ് അത്രേ ഉള്ളൂ ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇത് തീർന്നിട്ടില്ല, ഒരു കുറച്ച് കൂടെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.